ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി കൊഞ്ചും മാങ്ങയും കറിയാണ്. അതായത് ഉണക്ക ചെമ്മീനും മാങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് അരമുറി തേങ്ങയാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, 12 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതൊന്ന് ചതച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഹീറ്റായി വന്നതിന് ശേഷം ചെമ്മീൻ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ചായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മുറം ഉണ്ടെങ്കിൽ മുറത്തിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതൊരു 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഉലച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് മണ്ണും അഴുക്കുമൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഒരു മാങ്ങ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കാം. മാങ്ങയിലേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉണക്ക ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണക്ക ചെമ്മീനൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ആവശ്യത്തിനുള്ള വെള്ളം, മാങ്ങയൊന്ന് വെന്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. മാങ്ങ നന്നായിട്ട് വെന്ത് വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം. ഒത്തിരി തീ കൂട്ടിയൊന്നും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അരപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ കുറച്ചുകൂടി വേവാനുള്ളത് കൊണ്ട് ഞാനതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തു. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. മാങ്ങയൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ വാങ്ങിയ മാങ്ങയ്ക്ക് ഇത്തിരി കൂടി വേവുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മാങ്ങയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. പിന്നെയിട്ട് അധികം സ്പൂണ് കൊണ്ട് ഇളക്കണ്ട, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. പിന്നെ നമ്മളിത് സെർവ് ചെയ്യാൻ നേരം തുറന്നാൽ മതി. അതുവരെ അതിങ്ങനെ അടച്ച് വെച്ചേക്കണം. അപ്പോൾ അത് തുറക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ആ മണം മാത്രം മതി ചോറ് കഴിക്കാൻ. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.